റെയിൽവേയുടെ അവഗണനയ്ക്കെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങി ലോക്കോ പൈലറ്റുമാർ. ജോലി സമയം ക്രമീകരിക്കുക, രാത്രി ഡ്യൂട്ടികളുടെ എണ്ണം കുറയ്ക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കോ പൈലറ്റുമാർ സമരരംഗത്തുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കോ പൈലറ്റുമാർ നടത്തിയ 36 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹം ഇന്നലെ അവസാനിച്ചെങ്കിലും നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം. ജോലി സമയം ഗുഡ്സിൽ 8 മണിക്കൂറും യാത്രാവണ്ടികളിൽ 6 മണിക്കൂറുമായി കുറയ്ക്കുക, പ്രതിവാര വിശ്രമം, സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കോ പൈലറ്റുമാർ സമരരംഗത്തുള്ളത്. റെയിൽവേയിലെ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് ഒഴികെയുള്ള മറ്റ് ജീവനക്കാർക്കെല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് പോലെയുള്ള പ്രതിവാര വിശ്രമ സമയം അനുവദിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. ഒരു ദിവസം വിശ്രമ സമയം എന്ന് പറഞ്ഞാൽ ലോക്കോ പൈലറ്റുമാർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് 16 മണിക്കൂറാണ്. ആ 16 മണിക്കൂറും അതിൻ്റെ കൂടെ ഒരു കേവലമായിട്ടുള്ള ഒരു 14 മണിക്കൂർ മാത്രമാണ് ഒരു ആഴ്ചയിൽ, അതായത് പ്രതിവാര വിശ്രമ സമയമായിട്ട് ലോക്കോ റണ്ണിംഗ് സ്റ്റാഫിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ലോക്കോ പൈലറ്റുമാരുടെ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളും അതുപോലെ സാമൂഹികമായിട്ടുള്ള അവരുടെ ബാധ്യതകളുമെല്ലാം നിറവേറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അനിയന്ത്രിതമായിട്ടുള്ള ജോലി സമയം കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു ഡിമാൻഡ്. പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിലിൽ റെയിൽ ഭവനിലേക്ക് മാർച്ച് നടത്തും. ലോക്കോ പൈലറ്റുമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് നിയോഗിച്ച കമ്മിറ്റികളും അവഗണിക്കുകയാണെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ഇനിയും കാത്തിരിക്കാനാകില്ലെന്നും അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ലോക്കോ പൈലറ്റുമാരുടെ സംഘടന വ്യക്തമാക്കി. ന്യൂസ് മലയാളം, പാലക്കാട്.